ഈ റോട്ടിലൂടെ നമുക്ക് സഞ്ചരിക്കാം. സോറി കേട്ടോ, ഈ പുഴയിലൂടെ, ഈ നദിയിലൂടെ, ഈ ജലാശയത്തിലൂടെ, ഈ അരുവിയിലൂടെ ഒന്ന് പോയി നോക്കിയാലോ. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ നമ്മുടെ ഈ റോഡ് എന്ന് പറയുന്നത്. ഇതിലൂടെ ഒരു ബൈക്കൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇത് നോക്കാം, പരമാവധി കാണാൻ പറ്റുന്ന ഏരിയകളൊക്കെ കാണാൻ പറ്റുമെന്ന് ശ്രമിക്കാം. നോക്കി നിങ്ങൾ, ഇത് നമ്മളെ ഉഗാണ്ടയിലോ അമേരിക്കയിലോ അഫ്ഗാനിസ്ഥാനിലോ സംഭവിച്ചാലോ കേട്ടോ. നമ്മളെ മൂക്കിൻ്റെതായ നമ്മൾ കാണുന്ന ദൂരത്ത്, നമ്മളെ മുറ്റത്ത്, നമ്മളെ മുമ്പിൽ നിന്ന് നോക്കിയാൽ നമ്മളെ റോഡ് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പലരും നടന്ന് പോകുന്നത് ഈ റോട്ടിലൂടെയാണ് കേട്ടോ. അവർക്ക് നടന്ന് പോകുമ്പോൾ നെരിയാണി അടക്കമുള്ളത് നോക്കി. നമ്മളൊരു ബൈക്ക് പോകുന്നത് നോക്കി നിങ്ങൾ. ആ ബൈക്ക് പോകുമ്പോൾ വെള്ളം ഇളകുന്നത് കാണുന്നുണ്ടല്ലോ. അത്രത്തോളം വെള്ളമാണ് അവിടെ ഉള്ളത് കേട്ടോ. അത്രത്തോളം വെള്ളം ഉള്ളൊരു ഏരിയ ആണത്. അവിടുന്ന് അങ്ങനെ പോയിട്ട് നോക്കി നിങ്ങൾ, എത്രത്തോളം വെള്ളം കെട്ടി നിൽക്കുകയാണ്. എത്രത്തോളം അധികം എന്ന് പറയുക നോക്കി നിങ്ങൾ. നമ്മളിത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ കണ്ടിട്ടും കാണാത്ത മാതിരി നിൽക്കുകയെന്നറിയില്ല. അധികാരി വർഗമേ, നിങ്ങൾ എവിടെയാണ്? നമുക്ക് പഞ്ചായത്ത് ഉണ്ടോയെന്നറിയില്ല. പഞ്ചായത്തൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ? അതൊക്കെ ഇപ്പോൾ കുട്ടികൾ വരുന്ന നോക്കി പോലും പോകുമ്പോൾ പോയേണെന്ന് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. എല്ലാവർക്കും അത് പോയേണെന്ന് മനസ്സിലായിക്കണ്. റോഡൊന്നും പോയിക്കണ്. ഞാൻ അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോവുക കേട്ടോ. അങ്ങോട്ട് നോക്കി, അത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇതൊരു സ്ഥലം കേട്ടോ. നമ്മളപ്പുറത്തൂടെ ഇങ്ങനെ പോവുകയാണ് ഇത് കേട്ടോ. ഇവിടെയൊക്കെ തുള്ളി കുറഞ്ഞ വെള്ളം നിൽക്കണുള്ളൂ. അത് സ്വാഭാവികമായിട്ട് ഒരു മഴ പെയ്ത ഉണ്ടാകുമല്ലോ, ചെറുങ്ങനൊക്കെ വെള്ളം നിൽക്കാം. പക്ഷേ ഇതിങ്ങനെ കൂടി വരും കേട്ടോ. ഇനി പല ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ നിൽക്കൽ തുടങ്ങിയിട്ട് എത്രയോ കാലമായിട്ടോ. ആ നൃത്തം തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തൊക്കെ നിൽക്കൽ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടോ. ഒരുപാട് കാലമായി എന്ന് മാത്രമല്ല, ഒരുപാട് പരാതികൾ അതുമായി ബന്ധപ്പെട്ട് കൊടുത്തുവാണ്. പിന്നെ ഓരോ ഇറങ്ങായതുകൊണ്ട് നമ്മൾ പിന്നെ പോലെ സ്വയിപ്പായിട്ട് കാര്യമില്ലല്ലോ. ഓരോ സമ്മതിച്ചിടത്തോളം ഓൽക്കും ഇപ്പം അത് ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടാവില്ല. നമ്മളെ MLA ആണെങ്കിൽ ഇതിൽ വരാനുള്ള സമയം കിട്ടുമോയെന്നറിയില്ല. മൊബൈലിക്ക് ഇങ്ങനെ കിട്ടിയില്ല. MP വരുമോയെന്നറിയില്ല. നമ്മൾ MP ഇവിടെ ഉണ്ടോയെന്നറിയില്ല. MP ഒക്കെ എവിടെയാണ് ആവഞ്ഞ് മൂപ്പത്തിയാരൊക്കെ ഇനി വന്നിട്ട് ഇപ്പോൾ ഇത് ശരിയാക്കലുണ്ടാകുമോയെന്നില്ല, അതും അറിയില്ല. എന്നാലും ഞങ്ങളൊന്ന് കാണിക്കണം. ഇതിപ്പോൾ ഒന്ന് കാണണമല്ലോ, ഒരു മനുഷ്യൻ കണ്ടിട്ട് ഇത് പറയണമല്ലോ. ഇതിലിപ്പോൾ നമുക്ക് ഇനി മീൻ വളർത്താൻ കിട്ടുമോ, അതോ മീൻ വളർത്താൻ പറ്റുമോ, മീൻ വളർത്താൻ പറ്റണതാണോ, ഇതിലിഞ്ഞ് തോണി അനുവദിക്കുമോ, അതൊന്നും അറിയില്ല കേട്ടോ. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി നിങ്ങൾ ഇങ്ങനെ വലിച്ചു കൊണ്ടേയിരിക്കണ രംഗങ്ങളാട്ടോ. ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ വലിച്ചു കൊണ്ട് നിൽക്കുക. അത് നോക്കി നിങ്ങൾ, വെള്ളം വലിച്ചു കൊണ്ടേ നിൽക്കുക. ഇതൊരു റോഡിൻ്റെ അവസ്ഥ കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടാണ് അലാക്കിൻ്റെ വെള്ളം നിൽക്കണം കേട്ടോ. നോക്കി നിങ്ങൾ, ഇവിടുന്ന് ഈ കാണുന്ന ഏരിയയിൽ അത്യാവശ്യം വെള്ളം നിൽക്കുന്നൊരു ഏരിയ കേട്ടോ. ഇത് ലോക്കലായിട്ടുള്ള വെള്ളം നിർത്തുന്നല്ല, ഒരു അത്യാവശ്യം ഒരു മൂടിപ്പോയച്ചുള്ള വെള്ളം നിൽക്കണ ഒരു സ്ഥലം കേട്ടോ അത്. ഇതുകൊണ്ട് നോക്കി നിങ്ങൾ, ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ പെരുങ്കെട്ടാട്ടോ. നോക്കി നിങ്ങൾ, ഇവിടുന്ന് ഇങ്ങനെ ഈ കാണുന്ന ഏരിയയിൽ വെള്ളം നോക്കി. പക്ഷെ അവിടെ വെള്ളത്തിലൊരു മാറ്റം എന്താ വെച്ചാൽ അവിടെ നല്ല ശുദ്ധജലമാണ് കേട്ടോ. ഇത് ശുദ്ധജലം മത്സ്യകൃഷിക്കൊക്കെ പറ്റുന്ന ഒരു ഡയറ്റാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെ നല്ല മീൻ വളർത്തിയാൽ നമ്മൾ ആദ്യം കാണുന്ന വെള്ളത്തിൻ്റെ മാതിരിയല്ല. ഇവിടെയൊക്കെ മീൻ വളർത്തിയാൽ വലിയൊരു ഇത് കിട്ടും. വലിയൊരു ഏരിയ തന്നെയാണ്. ഇതിൽ അത്യാവശ്യം മീൻ കൃഷിക്കൊക്കെ മറ്റേ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ഈ മീൻ കൃഷിക്കൊക്കെ യോജിച്ച ഒരു ഡയറ്റാണ് അതിലുള്ളത്. അപ്പോൾ അതിന് പറ്റുന്നവർ ആ മീൻ കൃഷിയുമായിട്ട് മുന്നോട്ട് വരാൻ നോക്കി. നിങ്ങൾ വെള്ളം നോക്കി, എത്രങ്ങാനും വെള്ളം ഉണ്ട് അറിയോ. എന്താപ്പോൾ ഇതൊക്കെ ചെയ്യുക? എന്താപ്പോൾ ഇതിനൊക്കെ ഒരു മാർഗമുള്ളത്? എന്താപ്പോൾ നിങ്ങൾ കണ്ടിക്കണത്? എന്താലേ ഒരവസ്ഥ ഇപ്പോൾ ഇത്. കണ്ണൂർ മണ്ഡലത്തിലെ വികസിതമായ ഒരു രാജ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ വികസനങ്ങളിൽ നമുക്ക് അത്യാവശ്യം വെള്ളം തന്നുകൊണ്ടേയിരിക്കുക കേട്ടോ. വെള്ളമാണ് നമുക്ക് അത്യാവശ്യം തന്നുകൊണ്ട്. നമ്മൾ വെള്ളം എവിടെ കൊണ്ടുപോയി വെക്കണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കണം. നമ്മൾ റോഡ് മുഴുവൻ വെള്ളത്തിൽ കേട്ടോ. ഏകദേശം കുറഞ്ഞ സ്ഥലം, വെള്ളമില്ലാത്ത സ്ഥലം എവിടെയെന്ന് ചോദിക്കേണ്ട ഘട്ടമാണ്. കുറഞ്ഞ സ്ഥലമുള്ളൂ റോട്ടിലും വെള്ളമില്ലാത്ത കേട്ടോ. അപ്പോൾ അത്രത്തോളം വികസിതമായ ഒരു പ്രദേശത്തിൻ്റെ കാഴ്ചകൾ, നേർക്കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കട്ടോ. ആ പോണ നോക്കി വെള്ളം ചെറിയ തുള്ളി ഇങ്ങനെ വീഴുന്നുണ്ടല്ലേ അതിൽ. മഴത്തുള്ളി, പക്ഷെ മഴയില്ല കേട്ടോ. മറ്റേ
മരത്തിൽ നിന്നുള്ള ഉറ്റി വീഴുന്ന കേട്ടോ. കണ്ടോ, ഇവിടുന്ന് ഇനി നമ്മളിങ്ങനെ പോകുക തന്നെ കേട്ടോ. നോക്കി ഇവിടെ നമുക്ക് വെള്ളം കുറവാട്ടോ. അപ്പോൾ വലിയ കിട്ടില്ല കേട്ടോ. ഇത്ര കുറഞ്ഞിട്ട് പറഞ്ഞാൽ തന്നെ വലിയ കിട്ടില്ല. വെള്ളമില്ലാത്തൊരു ഏരിയ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ ഇനി ഒരു ഏരിയ വെള്ളമില്ലാത്ത കിട്ടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളിങ്ങനെ പോകുമ്പോൾ നോക്കി നിങ്ങൾ ആ ആ അടുത്തത് തുടങ്ങി കേട്ടോ. അടുത്ത വെള്ളം നിൽക്കൽ തുടങ്ങി. ഇവിടെയും വെള്ളം നിൽക്കുക തന്നെയാണ്. വെള്ളം ഇങ്ങനെ നിൽക്കുക തന്നെ. നമുക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് എന്താകാൻ പോണേ. ഇക്കോലത്തിലാണ് ഈ ചെറിയ ചെറിയ കുഞ്ഞു പൈതലുകളൊക്കെ നടന്നു പോകേണ്ട ഒരു ഏരിയയാണ്. ആളുകൾ നടന്നു പോകുന്ന ഏരിയയാണ്. എല്ലാവർക്കും വണ്ടിയൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും വണ്ടി വാഹനം ഉണ്ടെങ്കിൽ എന്താണോ, എല്ലാവർക്കും വണ്ടിമ്മ പോകണമല്ലേ, ഓല കാലുമ്മ ചളിയാവില്ലല്ലോ എന്ന് പറയാം. ഈ ചളിയിലൂടെയും ഈ ചേറ്റിലൂടെയൊക്കെയാണ് ആളുകൾക്ക് ആ വഴിയിലൂടെ നടന്നു പോകേണ്ടവർക്ക് പോകാനുള്ളത്. വാഹനത്തിൽ പോകുന്നവർക്ക് അവരുടെ വാഹനത്തിലാണല്ലോ പോകുന്നത്. കാലിൽ ചളിയാകാതെയോ 4 വീലോ 2 വീലോ ഒക്കെ ആണെങ്കിൽ അതിലൂടെയൊക്കെ സഞ്ചരിക്കാം. പക്ഷെ നോക്കി നിങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ, ചെറിയ ചെറിയ ആളുകൾ, നമ്മുടെ വണ്ടിയില്ലാത്ത പല അമ്മമാർ, അതുപോലെ തന്നെ ഉമ്മമാർ, അതുപോലെ തന്നെ അച്ഛന്മാർ, ഉപ്പമാർ, കടക്കുള്ള ആളുകൾക്ക്, സഹോദരങ്ങളൊക്കെ അടക്കമുള്ളവർക്ക് നടന്നു പോകാനുള്ള സ്ഥലമാണ്. ഇതിലൂടെ വലിയ കാലിലൊക്കെ ചേറും ചളിയും വെള്ളമൊക്കെ ആയിട്ട് ഇതിലൂടെയൊക്കെ ഇത് വെള്ളക്കെട്ടുകളാണല്ലോ. ഇത് സ്ഥിരമായിട്ട് കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്തൊക്കെ രോഗവും എന്തൊക്കെ അലാക്ക ഉണ്ടാകാൻ പോകുന്നതെന്നറിയില്ല. അധികാരി വർഗമേ, നിങ്ങൾ കണ്ണ് തുറക്കുമോ? നിങ്ങൾ തുറക്കുകയാണെങ്കിൽ ഒന്ന് തുറക്കുവേണ്ടി. നമ്മുടെ MLA ഇനി എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹം ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അദ്ദേഹം കാണുകയാണെങ്കിൽ ഇതിലൊരു ആക്ഷൻ എടുക്കണം. നിങ്ങൾ ഉടനടി ആക്ഷൻ എടുക്കേണ്ട ഒരു ഏരിയ ആണത്. ഇത് ചെറിയ മേഖലയല്ല, ഇത് മുഴുവൻ വെള്ളത്തിലാണ്. നിങ്ങൾ എവിടെ പോയേക്കാണ്? നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം ശരിക്കും. നോക്കി ഞങ്ങളാകെ ഇടങ്ങേറിൻ്റെ ഔത്തായിട്ടാണ് നിങ്ങളത് കാണിക്കണത്. അല്ല ഇപ്പം ഇങ്ങനെ കാണിക്കണം എന്നില്ലല്ലോ. നിങ്ങളിത് കണ്ടിട്ടെങ്കിൽ ഒരു ഉടനടി നടപടി എടുക്കാനുള്ളൊരു പരിശ്രമം ഉണ്ടാകണം. പഞ്ചായത്തിൽ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഉറങ്ങുകയാണ്. ഉറക്കം തീരൂല. ഓലിപ്പോൾ എത്ര കാലമായിട്ട് ഉറങ്ങണമല്ലോ. എത്ര കാലമായിട്ട് ഈ വെള്ളം ഇവിടെ നിൽക്കുകയാണറിയോ. എന്നിട്ടും ഉറങ്ങ തന്നെ. ഇതൊരു ഗ്രാമമാണ്, അല്ലെങ്കിൽ ഇതൊരു വാർഡാണെന്നുള്ള ചിന്ത പോലും ഓൽക്കില്ല. ഓല എവിടെയാണാവോ? പാവല്ലേ ഓല്.